Hi, my dear students. Welcome back to our mathematics class. എല്ലാവർക്കും സുഖമാണ്, എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ച് ഇറേഷണൽ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. ഇറേഷണൽ നമ്പേഴ്സ്, ഹൗ ടു ആഡ് ടു ഇറേഷണൽ നമ്പേഴ്സ്, ഹൗ ടു സബ്ട്രാക്ട് ടു ഇറേഷണൽ നമ്പേഴ്സ്, ദ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് irrational numbers. In addition to that, the simplification of irrational numbers. Irrational numbers ന്റെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, അതുപോലെ അത് സിംപ്ലിഫൈ ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് ആണ് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ പഠിച്ചു √2, √3 ഇതിൻ്റെയൊക്കെ അപ്രോക്സിമേറ്റ് വാല്യൂസ് നമ്മൾ പഠിച്ചു അല്ലേ. അതിന് കറക്റ്റ് വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് വാല്യൂ വേണ്ട സമയത്ത് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ √2ൻ്റെ √3ൻ്റെ ഒക്കെ അപ്രോക്സിമേറ്റ് വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുക ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ ആണല്ലോ, അത് ശ്രദ്ധിക്കുക എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചില ഇറേഷണൽ നമ്പേഴ്സിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂസ് നമ്മൾ പഠിച്ചു വെക്കണം, നല്ലതാണ്. അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ തരും, ചിലപ്പോൾ ഒരു 90% അത് തരും. തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് ഓർത്തെടുത്ത് എഴുതാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ആ അപ്രോക്സിമേറ്റ് വാല്യൂസ് ഞാനൊന്നും ഇവിടെ എഴുതാം, എല്ലാവരും ശ്രദ്ധിക്കാം. √2, √3, √5, √6 ഇതിൻ്റെ 4 അപ്രോക്സിമേറ്റ് വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു നോക്കുക. ഞാൻ ഈക്വൽ ടു എന്നാണ് ഇട്ടത്, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു കേട്ടോ. √2ൻ്റെ വാല്യൂ 1.414 ആണ് അപ്രോക്സിമേറ്റ് വാല്യൂ. √3ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.732 ആണ്, 1.732. √5ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 2.24 ആണ്, 2.24 ആണ്. √6ൻ്റെ അപ്രോക്സിമേറ്റ് 2.45 ആണ്. ഇത്രയും വാല്യൂസ് എന്ത് ചെയ്യുക, നിങ്ങൾ മൈൻഡിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ അത് ക്വസ്റ്റ്യനിൽ തരും, തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ എടുത്ത് എഴുതാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആവശ്യം വരുന്നതാണ്, നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് ഉപയോഗിക്കാം. ഓക്കെ, 1.414, 1.732, 2.24 ആൻഡ് 2.45 ഇത്രയും എന്ത് ഓർത്ത് വെക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് √50 ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് √50. ഫൈൻഡ് ദ വാല്യൂ ഓഫ് √50. ഈ √50ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അതായാലോ, അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോയിന്റ് വരുമല്ലോ. അങ്ങനെ പോയിന്റിന് ശേഷം എത്ര പ്ലേസ് വേണം, എത്ര പ്ലേസിന് കറക്റ്റ് ആക്കണം നമ്മൾ പറയും. നമുക്ക് പോയിന്റിന് ശേഷം ഇത് എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഒരുപാട് എൻഡില്ലാതെ അങ്ങനെ പോകും. നോൺ ടെർമിനേറ്റിംഗ് ആണ്. ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നത്, നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവസാനിക്കാതെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളോട് പറയും കറക്റ്റായിട്ട് ഒരു പ്ലേസ് മാത്രം മതി, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസിന് കറക്റ്റ് ടു 1 ഡെസിമൽ പ്ലേസ്, അല്ലെങ്കിൽ കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ്, അല്ലെങ്കിൽ കറക്റ്റ് ടു 3 ഡെസിമൽ പ്ലേസ്. അങ്ങനെ അപ്രോക്സിമേറ്റ് വാല്യൂ കാണുമ്പോൾ അത് എത്ര പ്ലേസിന് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറയും, ക്വസ്റ്റ്യനിൽ പറയും. പറഞ്ഞാലോ, അപ്പോൾ എത്ര പ്ലേസിനാണെന്ന് വെച്ചാൽ അത്ര പ്ലേസും അവിടെ എഴുതിയാൽ മതി. ബാക്കിയുള്ള ഇപ്പോൾ ഒരു പ്ലേസ് മതി, ഈ ഒരു പ്ലേസ് ചെയ്ത് ബാക്കി നമുക്ക് ഒഴിവാക്കാം. 2 പ്ലേസിൽ കറക്റ്റായിട്ട് ചെയ്താൽ പറഞ്ഞാൽ 2 പ്ലേസ് ചെയ്താൽ ബാക്കിയുള്ള നമുക്ക് എന്ത് ചെയ്യുക, ഒഴിവാക്കാം. നമുക്ക് കിട്ടുന്ന ആൻസറിന് ബാക്കിയുള്ള ഒഴിവാക്കുക. ഹലോ, 3 പ്ലേസിൽ കറക്റ്റ് ആക്കാൻ പറഞ്ഞാൽ 3 പ്ലേസ് അവിടെ എഴുതി വെക്കുക. പോയിന്റിന് ശേഷം 3 ഡിജിറ്റ്സ് ചെയ്താൽ ബാക്കിയുള്ള എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ആ ബാക്കിയുള്ളത് ഒഴിവാക്കണതിന് ബാക്കിയുള്ള ട്രങ്കേറ്റ് ചെയ്യാന്ന് പറയാം. ബാക്കിയുള്ള ഡിജിറ്റ്സ് ട്രങ്കേറ്റ് ചെയ്യുക. അത് ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാനുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നോക്കൂ. നമുക്കൊരു ആൻസർ കിട്ടി 72.7582 ഇങ്ങനെയാണ് വിചാരിക്കുക. ഇങ്ങനെ ആൻസർ കിട്ടിയിരിക്കുക. അപ്പോൾ നമ്മളോട് പറയുകയാണ് ഇതിൻ്റെ ആൻസർ ഒരു ഡെസിമൽ പ്ലേസിന് കറക്റ്റായിട്ട് എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുക. കറക്റ്റ് ടു 1 ഡെസിമൽ പ്ലേസ്, എന്നാണ് പറയുക. അതായത് ഒരു ഡെസിമൽ പ്ലേസ് കറക്റ്റാക്കി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 72 ഇതാ ഒരു ഡെസിമൽ പ്ലേസ് വരുമ്പോൾ എത്ര വരും, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ്, ഈ 7 മാത്രം മതി. പക്ഷേ നമ്മൾ ഒഴിവാക്കണം നോക്കുക, ട്രങ്കേറ്റ് ചെയ്യുന്ന പാർട്ട് നോക്കുക. ട്രങ്കേറ്റ് ചെയ്യുന്ന പാർട്ടിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് നോക്കുക. ഫസ്റ്റ് ഡിജിറ്റ് 5 അല്ലേ. ഈ ട്രങ്കേറ്റ് ചെയ്യണ ഈ പാർട്ടിൻ്റെ ഇവിടെ 5 അല്ലെങ്കിൽ 5നേക്കാൾ കൂടുതൽ, 6, 7 അങ്ങനെ 5നേക്കാൾ കൂടുതലുള്ള ഒരു നമ്പറോ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ, ഒരു 1 എന്ത് ചെയ്യണം, ഇവിടെ ആഡ് ചെയ്തരണം.
വെച്ചാലോ ഇവിടെ 5 ആണല്ലോ അല്ലേ, ഇവിടെ 5 ആണെങ്കിൽ ഇതുകൊണ്ട് ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇത് ഈ 7 ഇതിനോട് കൂടി ഒരു 1 ആയിട്ട് അപ്പോൾ എത്ര വരും 72.8 എന്നാണ് ഇതിൻ്റെ ആൻസർ ചെയ്തിട്ടത്. അതേസമയം ഇവിടെയുള്ള ഇത് 4 ആയിരുന്നെങ്കിൽ ഇവിടെ 4 ആണെങ്കിലോ ഇവിടെ ഈ ഡിജിറ്റ് ബാക്കിയുള്ള നോക്കണേ, ഈ ആദ്യം കാണുന്ന ഡിജിറ്റാണ് നോക്കുക, ഇവിടുത്തെ ഒഴിവാക്കണേൻ്റെ ആദ്യത്തെ ഡിജിറ്റാണ് നോക്കുക. അത് 4 ആയിരുന്നെങ്കിലോ 4 ആയിരുന്നെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒഴിവാക്കാം. പറഞ്ഞാലോ ഇപ്പുറത്തേക്ക് 4 ആണെങ്കിലും 3 ആണെങ്കിലും 2, 3, 1 ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അത് ഒഴിവാക്കുക. 5, 6, 7, 8, 9 ഇതിൽ ഏതെങ്കിലും ഡിജിറ്റ്സ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു 1 ഇപ്പുറത്തേക്ക് ആഡ് ചെയ്യണം. അങ്ങനെ വരും. ഇനി ഇപ്പോൾ ഇവിടെ 5 തന്നെ എഴുതല്ലേ, ഇനി 2 പ്ലേസിൽ 2 ഡെസിമൽ പ്ലേസിൽ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാലോ, 2 ഡെസിമൽ പ്ലേസിൽ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് കൊടുത്തപ്പോൾ 7, 5 ഇത്ര വരും ആണോ, ഇത്ര വരും. ഇതിന് ശേഷമുള്ള എന്താണ്, ഇതിന് ശേഷമുള്ള 8 ആണ്. ഈ 8 ആകുമ്പോൾ ഒന്ന് പുറത്തേക്ക് ആഡ് ചെയ്യാം, തൊട്ടുപുറത്തെ ഡിജിറ്റിനോട് ആഡ് ചെയ്യാം. അപ്പോൾ എന്താ വരും, അപ്പോൾ അത് 0.76 ഇങ്ങനെ വരും, 0.76 വരും ആണോ. അപ്പോൾ 2 ഡെസിമൽ പ്ലേസിൽ നമ്മൾ കറക്റ്റ് ചെയ്താണ്. ഇനി 3 ഡെസിമൽ പ്ലേസിൽ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാലോ, 3 ഡെസിമൽ പ്ലേസിൽ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 എടുക്കണം, 7, 5, 8. അപ്പോൾ 7, 5, 8 ഇങ്ങനെ എടുക്കാം. ഇവിടെ ഉള്ളത് 2 ആണ്. 2 ആകുമ്പോൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമ്മൾ ഒഴിവാക്കാം. അത് ഒഴിവാക്കുമ്പോൾ പുറത്തേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് നമുക്ക് മായ്ച്ച് കളഞ്ഞാൽ മതി. അങ്ങനെയാണ്. അപ്പോൾ 72.758 എന്ത് വരും, ആൻസർ വരും. ഇങ്ങനെ എത്ര ഡെസിമൽ പ്ലേസിലാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് പറയും. അപ്പോൾ അത് നമുക്ക് കിട്ടുന്ന ആൻസറിൽ അതിന് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കിട്ടുന്ന ആൻസറിൽ നോക്കിയിട്ട് എന്ത് ചെയ്യുക, അത്ര പ്ലേസ് അവിടെ നിർത്തുക, ബാക്കിയുള്ളത് ട്രങ്കേറ്റ് ചെയ്യുക. അത് ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ ആ ട്രങ്കേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ഡിജിറ്റ് 5 or above ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തൊട്ടപ്പുറത്തേക്ക് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഒഴിവാക്കിയാൽ മതി. ഇപ്പോൾ മനസ്സിലായാലോ. അപ്പോൾ അങ്ങനെ വാല്യൂ കാണാനുള്ള ക്വസ്റ്റ്യനുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഇപ്പോൾ ചെയ്യാൻ പോണത്. ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് √15 വാല്യൂ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. √15 വാല്യൂ. അപ്പോൾ അതിൻ്റെ വാല്യൂ ഓഫ് √50 കറക്റ്റ് ടു 1 ഡെസിമൽ പ്ലേസ് ആണ്. അല്ലേ. അപ്പോൾ നോക്കുക, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇത് സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. √50 ഈസ് ഈക്വൽ ടു, നമുക്ക് √50 ഫാക്ടറൈസ് ചെയ്ത് എന്താ കിട്ടുക, 2 × 5 × 5 എന്നാണ് കിട്ടുക. ഇതിന് നമ്മൾ എഴുതി കഴിഞ്ഞാൽ 2 5 ഉള്ളതുകൊണ്ട് ഒരു 5 നമ്മൾ പുറത്തെടുത്തു, 5 × എന്ത് വരും, √2 എന്ന് വരും. ദിസ് ഈസ് ഈക്വൽ ടു ആണോ, അങ്ങനെ കൊടുക്കുക. ഇങ്ങനെ നമ്മൾ പഠിച്ച √2, √3 ഇതിൻ്റെ ഏതെങ്കിലും ടേംസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ 5√2 എന്നാണ് ഇതിൻ്റെ വാല്യൂ. √50 എന്ന് പറഞ്ഞാൽ 5√2 ആണ്. ഇതിൻ്റെ മീനിങ് എന്താ, 5 × √2 എന്നാണ്. ഈ √2ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.414 ആണ്. കണ്ടോ, അവിടെ കൊടുക്കുക. കേട്ടോ, ദിസ് ഈസ് ഈക്വൽ ടു ഈ 1.414 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1.414 × 5 കേട്ടോ. 5 × 4 20. 5 × 1 5 + 7 വരും. 5 × 4 20 0 2 വരും. 5 × 1 5 ഇവിടെ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ 7.070 എന്ന് വരും. അപ്പോൾ 7.070 എന്ന് വരും. ഉണ്ടോ, ഇത് നമ്മളോട് പറഞ്ഞത് ഒരു ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യാനാണ്. പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡെസിമൽ പ്ലേസ് നിർത്തിയാൽ മതി. ഒരു ഡെസിമൽ പ്ലേസ് പറയുമ്പോൾ അത്രേ ഉള്ളൂ, ഇത്ര നിർത്തിയാൽ മതി, ബാക്കിയുള്ള ഒഴിവാക്കാം. അപ്പോൾ 7 പോയിന്റ് ഇവിടെ 0 ആണല്ലോ അല്ലേ, ഈ ഒഴിവാക്കണം. ഇവിടെ ഇത് 7 ആണ്. 7 എന്ന് പറഞ്ഞാൽ 5-നേക്കാൾ കൂടുതൽ, 5 above ആണെങ്കിൽ നമ്മൾ 1 ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 7 ആയതുകൊണ്ട് എന്ത് ചെയ്യണം, ഒന്ന് പുറത്തേക്ക് ആഡ് ചെയ്യുക. 0 + 1 1. അപ്പോൾ എന്ത് വരും, 7.1 ആണ് എന്ത് വരിക, ഏതിൻ്റെ വാല്യൂ വരിക, √50ൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ വരിക. കേട്ടോ. അപ്പോൾ √2ൻ്റെ, √3ൻ്റെ, √5ൻ്റെ ഒക്കെ ഇതേപോലെയുള്ള വാല്യൂസ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതേപോലെ സംഭവം ഇത് ചെയ്തിട്ട് ഇങ്ങനെ അവസാനം നമുക്ക് എന്ത് ചെയ്യാം, പോയിന്റിൽ ഒരു ആൻസർ ആയിട്ട് കിട്ടും. അതിനാണ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എന്തെണ്ടത് ചെയ്യേണ്ടത്. മനസ്സിലായോ. ഇതൊരു പ്ലേസിന് കറക്റ്റ് ഈ രണ്ട് പ്ലേസിന് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടി വരും, 7.07 ഇവിടുന്ന് ഇത് ഒഴിവാക്കേണ്ട വേണ്ട ആവശ്യമില്ല. എത്ര മതി, ഇവിടെ ഒന്നും ഇതാക്കാനില്ല, അങ്ങനെ വരും. ഒരു പ്ലേസിനായപ്പോൾ ഇവിടെ ഈ 7 ഒഴിവാക്കണം. 7 ഒഴിവാക്കുമ്പോൾ അത് 5 or above ആയതുകൊണ്ട് എന്ത് ചെയ്യുക, 1 പുറത്തേക്ക് ആഡ് ചെയ്തു, 7.1 ആൻസർ ആക്കി. കണ്ടോ. ഓക്കെ, ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനെ ശരിക്കും ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറഞ്ഞ ഈ ഭാഗത്ത് ഒരു ഏരിയ എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 1/√2 ഉണ്ടോ. 1/√2 എന്താ നമ്മുടെ ക്വസ്റ്റ്യന്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1/√2 കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ് എന്നാണ്. 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ 1/√2ൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. മനസ്സിലായോ. ഇവിടെ എന്താ പ്രശ്നം എന്ന് പറയാം, ഇവിടെ ഇതൊരു കോഷ്യന്റ് രൂപത്തിലാണ്, അതായത് ഒരു റേഷ്യോ ആണ്, ഒരു ഫ്രാക്ഷൻ രൂപത്തിലാണ് കേട്ടോ. ഇവിടെ ന്യൂമറേറ്ററും ഉണ്ട്, ഇവിടെ ഡിനോമിനേറ്ററും ഉണ്ട് കേട്ടോ.
ഇവിടെ നമുക്ക് ഇതിന്റെ വാല്യൂ കാണാൻ വേണ്ടി ഇവിടെ ശ്രദ്ധിക്കുക 1 ഇങ്ങനെ കൊടുത്തു. √2ന്റെ വാല്യൂ ഇവിടെ കൊടുത്തു നോക്കുക. √2ന്റെ വാല്യൂ കൊടുക്കുമ്പോൾ √2ന്റെ വാല്യൂ 1.414 ആണല്ലേ, അങ്ങനെ വരും. ഇനി ഈ 1 എന്ന് പറഞ്ഞ ഈ നമ്പറിനെ 1.414 എന്നുള്ള ഈ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഭയങ്കര പണിയാണ്. താഴെ വലിയ നമ്പർ പോയിന്റ് ഒക്കെ ഉള്ള വലിയ നമ്പർ വന്നു കഴിഞ്ഞാൽ ഇത് ഡിവിഷൻ ഭയങ്കര പ്രയാസമാണ്. പറഞ്ഞാലോ, അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏത് ഒഴിവാക്കാൻ, താഴെ ഡിനോമിനേറ്ററിൽ √2, √3, √5 ഇങ്ങനെയുള്ള റൂട്ടിലുള്ള ഈ ഇറേഷണൽ നമ്പറുകൾ ഡിനോമിനേറ്ററിൽ വരാൻ പാടില്ല. അത് വന്നു കഴിഞ്ഞാൽ ആ ഡിനോമിനേറ്ററിന് എന്ത് ചെയ്യണം, അതിനെ ഒഴിവാക്കണം, അതിനെ റേഷണൽ ആക്കി മാറ്റണം. ഇതിപ്പോൾ ഇറേഷണൽ നമ്പറാണ്, ഡിനോമിനേറ്റർ ഇറേഷണൽ നമ്പറാണ്. പറഞ്ഞു മനസ്സിലാവും, ഇതിന്റെ ഡിനോമിനേറ്റർ ഇറേഷണൽ നമ്പറാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, റേഷണൽ ആക്കി മാറ്റാം. അതിനാണ് റേഷണലൈസ് ചെയ്യാൻ തരാം. റേഷണലൈസ് ചെയ്യുക. റേഷണലൈസ് ചെയ്യുക പറഞ്ഞാൽ ഇറേഷണൽ ഉള്ളത് റേഷണൽ ആക്കുക. എന്തിനെ റേഷണലൈസ് ചെയ്യുക, ഡിനോമിനേറ്ററിനെ റേഷണലൈസ് ചെയ്യുക. പറഞ്ഞാലോ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. √2 ഉള്ള ഈ സംഭവത്തിന്റെ താഴെ ഡിനോമിനേറ്ററിന് ആ റൂട്ടുള്ള രൂപം ഒഴിവാക്കുക. അത് ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ശരിക്കും ശ്രദ്ധിക്കുക. അത് ഒഴിവാക്കാനേ ശ്രദ്ധിക്കട്ടോ. 1/√2 ആണല്ലോ, ഇത് ഒഴിവാക്കാന് ഈ താഴെ കാണുന്ന √2 കൊണ്ട് ഒരു പ്രാവശ്യം കൂടി എന്ത് ചെയ്യുക, അതാ ഈ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ. √2 ഇവിടെ ഉണ്ട്, ഇതേ √2 കൊണ്ട് ഒരു പ്രാവശ്യം കൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ മൾട്ടിപ്ലൈ. ഡിനോമിനേറ്ററിനെ ഈ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തിനു മൾട്ടിപ്ലൈ ചെയ്യണം, ന്യൂമറേറ്ററിനെയും ഒരു ഇതിനെ മാത്രം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ മാറ്റം വരാതിരിക്കാൻ മുകളിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. ഇത് എന്തിനാണ് നമ്മൾ ചെയ്തത്, ഡിനോമിനേറ്ററിനെ ആ √2 ഉള്ള രൂപം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണി ചെയ്തത്. അങ്ങനെ ചെയ്താലുള്ള മെച്ചം എന്താ നോക്കൂ, ദിസ് ഈസ് ഈക്വൽ ടു √2 × √2 എന്താ കിട്ടുക, ഇത് നമ്മൾ പഠിച്ചല്ലേ. √2 × √2 എന്ന് പറഞ്ഞാൽ 2 ആണ് കിട്ടാണ്. √2 × √2 പറഞ്ഞാൽ √2ന്റെ സ്ക്വയർ ആണ്. √2ന്റെ സ്ക്വയർ പറഞ്ഞാൽ 2 ആണ്. ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ് 2. അത് ഏതിന്റെ നമ്പർ, √2ന്റെ സ്ക്വയർ ആണ്. ഇപ്പൊ റൂട്ടുള്ള നമ്പറിന് നമ്മൾ പഠിച്ചതാണ്. √x എടുത്തിട്ട് അതിന്റെ സ്ക്വയർ എടുത്താൽ എപ്പോഴും എന്താ കിട്ടുക, x ആണ് കിട്ടുക. √3 എടുത്തിട്ട് അതിന്റെ സ്ക്വയർ എടുത്താൽ എന്താ കിട്ടുക, 3 ആണ്. റൂട്ട് പോവും 3 വരും കേട്ടോ. അതേപോലെ √2 എടുത്തിട്ട് അതിന്റെ സ്ക്വയർ എടുത്താൽ എന്താ കിട്ടുക, 2 ആണ് കിട്ടുക. അങ്ങനെ കിട്ടും. ഇതാണ് ആ ഇറേഷണൽ നമ്പറിന്റെ ബേസ്. അപ്പോൾ കണ്ടോ, അപ്പോൾ √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, √2 × √2 ആണ്. √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √3 × √3 ആണ്. അപ്പോൾ ആ റൂട്ടുള്ള ആ അവസ്ഥ പോകാൻ വേണ്ടിയിട്ടാണ് ഈ √2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ഒരു √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ ഇവിടെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, മുകളിലും എന്ത് ചെയ്യണം, √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടോ, അങ്ങനെ വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായി, അപ്പോൾ 1 × √2 പറഞ്ഞാൽ √2 ആണോ, ബൈ √2 × √2 എന്താ കിട്ടുക, 2 ആണ് കിട്ടുക. കണ്ട √2 × √2. അപ്പോൾ ഡിനോമിനേറ്ററിന് എന്ത് പോയി, ഡിനോമിനേറ്ററിന് ഈ റൂട്ടുള്ള അവസ്ഥ പോയി കേട്ടോ. അപ്പോൾ ഈ റൂട്ടുള്ള ഈ ഇറേഷണൽ നമ്പറിനെ ഡിനോമിനേറ്ററിന് ഒഴിവാക്കണ അതിനെ നമ്മൾ എന്താ പറയുക, റേഷണലൈസ് ചെയ്യുക. ഇതിപ്പോൾ റേഷണൽ നമ്പറായി, സാധാരണ നമ്പറായി ആണോ. അങ്ങനെ ആയാൽ കുഴപ്പമില്ല. മുകളിൽ ഇത് വന്നിട്ട് കുഴപ്പമില്ല. മുകളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക, പ്രശ്നം വരില്ല. നോക്കിക്കോട്ടെ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് വാല്യൂ കൊടുക്കാം. അപ്പോൾ √2ന്റെ വാല്യൂ എത്ര, 1.414 ആണ്. അത് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പ്രയാസമില്ലാണ്ടോ. അത് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പ്രയാസം. ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും, തോനെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്തു, ഒരു പ്രാവശ്യം കൂടി √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ √2 × √2 എന്തായി മാറി, 2 ആയിട്ട് മാറി. കണ്ടോ, 2 ആയിട്ട് മാറി. മുകളിൽ √2 വന്നു. അപ്പോൾ √2/2. ഇനി നമുക്ക് 1.414 എന്ത് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. 1.414നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 ഇല്ല, 1ന് ശേഷമുള്ള 4 എടുക്കാം, 14. അപ്പോൾ ഇവിടെ പോയിന്റ് ഇടുക. 14 എത്ര ഉണ്ട്, 7. ശരിയല്ലേ. 7 × 2 എന്ത് വരും, 14 വരും. പിന്നെ ബാക്കി 1 എടുത്ത് ഇറക്കിയിട്ടു. 1 ഇല്ലെങ്കിൽ 0 കൊടുക്കുക. അടുത്ത 4 ഇറക്കിയിടുക. 14 എത്ര ഉണ്ട്, 7 × 2 14 വരും. അങ്ങനെ വരും. അപ്പോൾ 7 not 7 ആണ് വരിക. അപ്പോൾ 0.707. ഇതാണ് കറക്റ്റ് ആൻസർ കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞ് 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യാനല്ലോ. 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യാൻ പറയണോ, എത്ര മതി, അപ്പോൾ 0.70 എത്ര എടുത്താൽ മതി. ഈ ബാക്കിയുള്ളത് ഒഴിവാക്കുക, ബാക്കിയിൽ ട്രങ്കേറ്റ് ചെയ്യുക. അത് ട്രങ്കേറ്റ് ചെയ്യുമ്പോൾ 7 ആണ്. 7 ആകുമ്പോൾ എന്ത് ചെയ്യുക, 1 പുറത്തേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ എന്തായിട്ട് വരും, 0.71 ആണ് എന്ത് വരിക, ഇതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ വരിക. ഏതിൻ്റെ വാല്യൂ, 1/√2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ വരെ എന്താണ്, 0.71 ആണ്. അപ്പോൾ മനസ്സിലാണ്ടോ. ഇനി ഇങ്ങനെയാണെങ്കിലോ വേറൊന്ന് 1/√3ന്റെ വാല്യൂ ചോദിച്ചാലോ. 1/√3ന്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, 1/√3 ഇവിടെയും മൾട്ടിപ്ലൈ. എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഡിനോമിനേറ്ററിന് റൂട്ടുള്ള അവസ്ഥ ഒഴിവാക്കണം.
ആണല്ലേ? ഡിനോമിനേറ്ററിനെ റേഷണലൈസ് ചെയ്യണം. റേഷണലൈസ് ചെയ്യാൻ നമ്മൾ സാധാരണ നമ്പർ ആക്കി മാറ്റും. അത് നമ്പർ ആക്കി മാറ്റാം. ഇതിന് √3 3 ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഒരു √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ എന്ത് ചെയ്യേണ്ടി? √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ √3 × √3 എന്തായി മാറും? അത് 3 ആയിട്ട് മാറും. മുകളിൽ എന്ത് വരും? ഒരു √3 വരും. കണ്ടാ? ഇനി √3ന്റെ വാല്യൂ അവിടെ നോക്കിയാൽ കൊടുക്കുക. അതിനെ 3 കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ കിട്ടും. ഇങ്ങനെയാണ് അത് ചെയ്യാം. മനസ്സിലായാലോ? അപ്പോൾ 1/√2 ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ തന്നിട്ടുണ്ട്. ഇതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് മെത്തേഡ്. അവസാനം ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? കറക്റ്റ് എത്ര പ്ലേസാണ് വേണ്ടത് അതിനനുസരിച്ച് എന്ത് ചെയ്യണം? കറക്റ്റ് ചെയ്യണം. ഒരു പ്ലേസ് മതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിവിടെ 0 ആണ്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യം അതാണ് ഒഴിവാക്കിയാൽ മതി. 0.7 തരും. 2 പ്ലേസ് പറഞ്ഞുകൊണ്ട് 0.71 എന്ന്. എങ്ങനെ കിട്ടി മനസ്സിലായാലോ? ഇവിടെ 7 ആണ്. 7 ആയതുകൊണ്ട് പ്രത്യേക ഒരു 1 ആഡ് ചെയ്തു. അത് 0.71 ആയിട്ട് മാറി. ഓക്കെ അല്ലേ? കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറയണം, കുറച്ച് തോന്നത്ത് തീർക്കാണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അപ്പൊ ഈ പോയിന്റ് മറക്കരുത്. √x × √x = എന്താ വരിക? x ആണ് വരിക. അതായത് √3 × √3 = എന്താ വരിക? 3 ആണ് വരിക കേട്ടോ. മറക്കരുത് കേട്ടോ. അതിനാണ് നമ്മൾ √3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അതെന്താ വരിക? 3 ആണ് വരിക. ആ റൂട്ട് പോയിട്ട് എന്തായിട്ട് മാറും? അതൊരു റേഷണൽ നമ്പർ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് ശരിക്കും ശ്രദ്ധിക്കുക. അടുത്തത് നോക്കൂ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് √3 + √2 ഒരു ബ്രാക്കറ്റിൽ ഇൻറ്റു √3 + √2 ഇൻറ്റു വീണ്ടും അടുത്ത ബ്രാക്കറ്റിൽ √3 - √2 ഉണ്ടോ? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇതിന്റെ √3 + √2 ഇൻറ്റു √3 - √2 കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ് ആണ്. 2 ഡെസിമൽ പ്ലേസിൽ കറക്റ്റ് ആയിട്ട് വരത്തക്ക രീതിയിൽ എന്ത് ചെയ്യണം? ഇതിന്റെ വാല്യൂ കാണാനാണ്. ഉണ്ടോ? ഇവിടെ ശ്രദ്ധിക്കുക. ഈ സംഭവം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മൾ 8th കുറെ ഐഡന്റിറ്റീസ് പഠിച്ചു ഓർമ്മയുണ്ട്. ഐഡന്റിറ്റീസ് a + b² a - b². അപ്പൊ അത് നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ എടുത്തല്ലോ, 3rd ചാപ്റ്റർ എടുത്തല്ലോ അല്ലെ? അങ്ങനെയുള്ള ഏതെങ്കിലും ഐഡന്റിറ്റീനെ ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ടോ? ഓർമ്മ വരുന്നുണ്ട്. എന്താ നമ്മൾ പഠിച്ചു? ഇവിടെ നോക്കുക. അങ്ങനെ പഠിച്ച് a + b ഒരു ബ്രാക്കറ്റിൽ a + b ഇൻറ്റു രണ്ടാമത്തെ ബ്രാക്കറ്റിൽ a - b. 2 നമ്പറുകളുടെ സമ്മ്, 2 നമ്പറുകളുടെ ഡിഫറൻസ് കേട്ടോ. ഈ സമ്മിന്റെയും ഡിഫറൻസിന്റെയും പ്രോഡക്റ്റ്, അതാണ് a + b × a - b. ഇത് നമ്മൾ പഠിച്ചല്ലേ? എന്താ a + b × a - b? a + b × a - b = a² - b² ആണ്. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇത് നമ്മൾ പഠിച്ച ഐഡന്റിറ്റിയാണ്. a + b × a - b = a² - b². a എന്ന് പറഞ്ഞാൽ ആദ്യം 2 ബ്രാക്കറ്റിൽ ആദ്യം കാണുന്ന നമ്പറാണ് a, അതിന്റെ സ്ക്വയർ. പിന്നെ മൈനസ് ബി എന്ന് പറഞ്ഞാൽ 2 ബ്രാക്കറ്റിൽ രണ്ടാമത് കാണുന്ന നമ്പറാണ് ബി, അതിന്റെ സ്ക്വയർ എന്നാണ് കേട്ടോ. അല്ലെ? ഇവിടെ പ്ലസും ഇവിടെ പ്ലസ് വരണം, ഇവിടെ മൈനസ് വരണം. ഇവിടെ അപ്പം എന്തേ വരുള്ളൂ? മൈനസേ വരുള്ളൂ. അപ്പൊ ഇതേമാതിരിയുള്ള ഈ സാധനം √3 + √2 ഇൻറ്റു √3 - √2. അപ്പൊ നമ്മൾ എഴുതി വെക്കുക √3 + √2 ഇൻറ്റു √3 - √2 = ഇതിന്റെ എക്സ്പാൻഷൻ എന്താ വരിക? ആദ്യം കാണുന്നത് √3 അല്ലെ? √3 അതാണ് എക്ക് വരും. അപ്പൊ √3യുടെ സ്ക്വയർ മൈനസ് a². a എന്നാണ് ആദ്യം എന്താണോ കാണിച്ചത് അതിന്റെ സ്ക്വയർ ആണ് ആദ്യം കാണുന്നത്. ഇവിടെയും √3 ആണ്. √3ന്റെ സ്ക്വയർ മൈനസ് പിന്നെ ബിന്റെ സ്ക്വയർ ആണല്ലേ? ബി എന്നാണ് രണ്ടാമത് കാണുന്നത്. ഇവിടെ √2 ആണ്, ഇവിടെ √2 ആണ്. അപ്പൊ √2ന്റെ സ്ക്വയർ ഉണ്ടോ? അപ്പൊ a² - b² രൂപത്തിലായി കേട്ടോ. അപ്പൊ ഇതിന്റെ വാല്യൂ ശരിക്കും ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാനുള്ള ദിസ് ഈസ് ഈക്വൽ ടു √3ന്റെ സ്ക്വയർ എത്ര ചെയ്താൽ അവിടെ √3ന്റെ സ്ക്വയർ 3 ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ ആ റൂട്ടാണ് പോകും, 3 ആയി വരും അല്ലെ? മൈനസ് √2ന്റെ സ്ക്വയർ എത്രയാണ്? √2ന്റെ സ്ക്വയർ പറഞ്ഞാൽ 2 ആണ് കേട്ടോ. 2 ആണ് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 എഴുതി, √2ന്റെ സ്ക്വയർ എന്ത് എഴുതി? 2 എഴുതി. അപ്പോൾ എന്തായി മാറി? 3 - 2 ആയി. 3 - 2 എത്രയാണ്? 1 ആണ്. 1 ആണ് കേട്ടോ. ഇതിന്റെ ആൻസർ 1 ആണ്. ഈ √3 + √2 ഇവിടെ √3ന്റെയും വില ഇവിടെ ഈ വാല്യൂ കൊടുക്കല്ല നമ്മൾ ചെയ്യണം. ഇവിടെ ഒരു ഐഡന്റിറ്റി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടി മാറ്റി എഴുതിയിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി വാല്യൂ 1 കിട്ടി. നമ്മളോട് പറഞ്ഞ കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസ് വേണമെന്നല്ല. അപ്പോൾ 2 ഡെസിമൽ പ്ലേസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം 1 പോയിന്റ് അവിടെ ഒന്നുമില്ലല്ലോ. അപ്പോൾ 1.00 എഴുതി കഴിഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസ് ഉൾപ്പെടെ എന്തായി? അതിന്റെ വാല്യൂ ആയി കേട്ടോ. അപ്പോൾ മറക്കരുത്, ഇങ്ങനെ √3 + √2 √3 - √2 ഇങ്ങനെ ഒരേപോലെ പ്ലസും മൈനസും ആണോ? 2 നമ്പറുകൾ √3 √2 അതിന്റെ പ്ലസും സമ്മും അതിന്റെ ഡിഫറൻസും അതിന്റെ പ്രോഡക്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ഇതിന്റെ വാല്യൂ ഇതേ രീതിയിൽ കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഇത് മറക്കരുത്. ഇത് ഇനിയിപ്പോൾ തൊട്ടും ശേഷം ഇനിയിപ്പോൾ ചെയ്യാൻ പോണ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഈ സംഭവം ആവശ്യം വരും. ഓക്കെ ആണല്ലോ? അപ്പം 3 ക്വസ്റ്റ്യൻ ആയി. ഓക്കെ ആണല്ലോ? ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കുക.
നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1/√3 പ്ലസ് √2 1/√3 + √2 വാല്യൂ രണ്ട് ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ആയിട്ട് കാണാനാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1/√3 + √2 കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ്. മനസ്സിലാവുണ്ടോ എങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നതാണ്? അപ്പോൾ 1/√2 അല്ലെങ്കിൽ 2/√3 അല്ലെങ്കിൽ 5/√2 അങ്ങനെയൊക്കെയുള്ള ഈ താഴത്ത് ഇങ്ങനെ ഒരു √2 അല്ലെങ്കിൽ √3 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കേണ്ട ഐഡിയ നമ്മൾ പഠിച്ചു. എന്താ നമ്മൾ പഠിച്ചത്? √2 ആണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എന്ത് ചെയ്യുക? √2 കൊണ്ട് മൾട്ടിപ്ലൈ. √3 ആണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. √5 ആണെങ്കിൽ എന്ത് ചെയ്യുക? ഒരു പ്രാവശ്യം കൂടി എന്ത് ചെയ്യുക? √5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ അത് 5 ആയിട്ട് മാറും. അപ്പോൾ മുകളിൽ എന്ത് ചെയ്യണം? ഇവിടെ താഴത്തെ മൾട്ടിപ്ലൈ ചെയ്യണം, മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വാല്യൂ കൊടുക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ എന്താണ് സുഖമാണ്. അങ്ങനെ ഡിനോമിനേറ്റർ റേഷണലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള സംഭവത്തിന് വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെയും അതുതന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉണ്ടോ? പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നമുള്ളത് നോക്കൂ. ഇവിടെ ഒരു ടേം അല്ല, 1/√3 + √2 ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ √3 + √2 അല്ലെങ്കിൽ ചിലപ്പോൾ √3 - √2 ഇങ്ങനെയൊക്കെ വരും. ഉണ്ടോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ താഴെ ഈ റൂട്ടുള്ള ഈ അവസ്ഥ ഒഴിവാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആണ്. ഇവിടെ ശ്രദ്ധിക്കുക. ദിസ് ഈസ് ഈക്വൽ ടു 1/√3 + √2 കൊണ്ട് എഴുതണം. അങ്ങനെ താഴത്തുള്ളത് ഈ താഴെ കാണുന്ന √3 + √2 അല്ലേ? ഇത് ഒഴിവാക്കാൻ ഇതെന്ത് ചെയ്യുക? √3 - √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഈ പ്ലസ് ഉള്ള സൈഡ് നേരെ റിവേഴ്സ് ആക്കാം. ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കാം, മൈനസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? പ്ലസ് ആക്കാം. അത് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുക? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായോ? √3 + √2 ആണ് ഡിനോമിനേറ്റർ എങ്കിൽ √3 - √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. √3 - √2 ആണ് ഡിനോമിനേറ്റർ എങ്കിൽ √3 + കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഈ നടുക്കുള്ള സൈൻ മാറ്റിയ ആ സംഭവം കൂടെ എന്ത് ചെയ്യുക? ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് അതുകൊണ്ട് എവിടെയും മൾട്ടിപ്ലൈ ചെയ്യണം? ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇൻറ്റു √3 ഇവിടെ √3 - √2 ഉണ്ടോ? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടൊരു വെട്ടിപ്പോയി കഴിഞ്ഞാൽ പഴയ മാറ്റനായിരിക്കും കേട്ടോ. അങ്ങനെ വരും. ഇത് എന്തിനു വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? ഡിനോമിനേറ്റർ റേഷണലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഈ √3 √2 ഒക്കെ ഈ അവസ്ഥ നമുക്ക് മാറ്റിയിട്ട് വെറും നമ്പർ ആക്കി മാറ്റാൻ വേണ്ട, നോർമൽ നമ്പറിന്റെ റേഷണൽ നമ്പർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താ വെച്ചുള്ളത്? ഇതാണല്ലോ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു നോക്കൂ. √3 + √2 ഇൻറ്റു √3 - √2 കേട്ടോ. A + B ഇൻറ്റു A - B എന്ന രൂപത്തിലല്ലേ? ആണ് കേട്ടോ. ആണോ? ഇത് രണ്ടുകൂടി ഇങ്ങനെ മൾട്ടിപ്ലൈ എന്താ കിട്ടാൻ നോക്കി. അപ്പോൾ നമ്മൾ പഠിച്ചെന്താണ്? √3 സ്ക്വയർ -√2 സ്ക്വയർ. നമ്മൾ പഠിച്ചു നേരത്തെ A + B ഇൻറ്റു A - B ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ A സ്ക്വയർ ആദ്യം കാണേണ്ട സ്ക്വയർ മൈനസ് B സ്ക്വയർ രണ്ടാമത് കാണേണ്ട സ്ക്വയർ ഇങ്ങനെ മാറ്റി ചെയ്താൽ പറ്റും. ശരിയല്ലേ? അപ്പോൾ അതിന് അങ്ങനെ മാറ്റിയത്. മുകളിൽ എന്താണല്ലോ? മുകളിൽ ഈ 1 ഇൻറ്റു എന്ന് പറയുന്നത് തന്നെ ഉണ്ടാവും. √3 - √2 ആണ്. 1 ഇൻറ്റു ഇത് പറയുന്നത് തന്നെയാണ് വരിക. അപ്പോൾ √3 - √2 ഇങ്ങനെ ഉണ്ടാവും. ഇനി എന്താ അവിടെ വെച്ചുള്ളത്? മുകളിൽ √3 - √2 തന്നെ, താഴെ √3ന്റെ സ്ക്വയർ എന്താ വരിക? 3 വരും. തൊട്ട് മുമ്പ് പഠിച്ചു കേട്ടോ. √2ന്റെ സ്ക്വയർ എന്താ വരിക? 2 വരും. 3 - 2 3 - 2 എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു √3 - √2/1 എന്നാണ് ഡിനോമിനേറ്റർ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. /1. അപ്പോൾ എന്താ വരിക? ദിസ് ഈസ് ഈക്വൽ ടു √3 - √2/1 ആകുമ്പോൾ ഡിനോമിനേറ്റർ 1 ആകുമ്പോൾ അതവിടെ എല്ലാ നമ്പറിന്റെ ഡിനോമിനേറ്റർ എന്തിനാണ്? 1 തന്നെയാണ്. അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ √3 - √2 വേണ്ട. അതാണ് ഇതിന്റെ വാല്യൂ. ഇനി നമുക്ക് വില കൊടുക്കാം. ഇനി വാല്യൂ കൊടുത്താൽ എന്താ കിട്ടുക? √3ന്റെ വാല്യൂ നോക്കൂ. √3 1.732 മൈനസ് √2ന്റെ വാല്യൂ 1.4114 ആണ്. ഇത് മൈനസ് ചെയ്ത് നോക്കാം. 1.732 മൈനസ് 1.414 മൈനസ് ചെയ്യും. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 12 4 പോയാൽ 8, ഇവിടെ 2 അല്ലേ? 2 1 പോയി കഴിഞ്ഞാൽ 1 7 0.318 0.318 ആണ് നമ്മുടെ വാല്യൂ. നമ്മളോട് പറഞ്ഞത് കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ് ആണ്. 2 ഡെസിമൽ പ്ലേസിൽ ഇത് കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് 2 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് മതി. പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് മതിയെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് മാർക്ക്. അപ്പോൾ എന്താ വരിക? 0.31 വരും. പക്ഷേ ഒഴിവാക്കുന്നത് എന്താ? ട്രങ്കേറ്റ് ചെയ്യുന്നത് 8 ആണ്. 8 ആകുമ്പോൾ നമുക്ക് എന്ത് എപ്പുറത്തേക്ക് ഒരു 1 ആഡ് ചെയ്യാം. അപ്പോൾ എന്താ വരിക? 0.32 ആണ് എന്തിൻ്റെ വാല്യൂ? ഈ 1/√3 + √2ന്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്താണ്? 0.32 എന്നാണ് കേട്ടോ. അത് ചെയ്ത ഈ സ്റ്റെപ്പുകൾ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കുക.
ഡിനോമിനേറ്ററിൽ ഇങ്ങനെ ഒരു പ്ലസും ഒരു പ്ലസ് ഇട്ടൊരു നമ്പർ ഇങ്ങനെ രണ്ടെണ്ണം അങ്ങനെ √2 √3 ഒക്കെ ഉള്ള ഇറേഷണൽ നമ്പർ വരുന്ന ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ഒഴിവാക്കാൻ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ എന്താണോ സൈൻ അതിന്റെ സൈൻ മാറ്റിയാൽ എന്താ കിട്ടുക? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. 1/1 + √2 ആണോ ഇതിന്റെ വാല്യൂ ചോദിച്ചു വരിക. ഇതിന്റെ വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? ഇറേഷണൽ നമ്പർ ഉണ്ട്. ഈ ഇറേഷണൽ നമ്പർ ഒഴിവാക്കാൻ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും? ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? അപ്പം എന്താ വരിക? പറയും 1/1 + √2 ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് ആണോ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെയുള്ള സൈൻ മാറ്റാം. 1 - √2 അങ്ങനെ വരും. 1 - √2 അങ്ങനെ വരും. ഇതുകൊണ്ടാണ് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെയും 1 - √2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ആണോ ആണോ ഇനി ഇങ്ങനെ നോക്കുക. 1/1 √3 1/√3 - 1 ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഇവിടെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങൾ പറയും 1/√3 - 1 ആണ് താഴെങ്കിൽ √3 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. √3 + ഇവിടെ √3 - 1 ആണെങ്കിൽ ഇതേപോലെ തന്നെ ഈ സൈൻ നേരെ ഓപ്പോസിറ്റ് ആക്കി അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ √3 + 1 ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ അതുകൊണ്ട് തന്നെ മുകളിൽ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ചെയ്താൽ എന്ത് വരും? ഇത് a - b × a + b എന്നുള്ള രൂപത്തിലാണ്. അതെന്താ വരിക? അത് √3ന്റെ സ്ക്വയർ മൈനസ് രണ്ടാമത്തെ 1ന്റെ സ്ക്വയർ അങ്ങനെ വരും. √3ന്റെ സ്ക്വയർ എത്രയാണ്? 3 വരും. 3 - 1 അത് ചെയ്ത് ഡിനോമിനേറ്റർ 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. ഏത് നമ്പർ ഡിനോമിനേറ്റർ വരാം? √2 √ഒക്കെ ഉള്ള ഇതെങ്ങനെയുള്ള വാല്യൂ ഒഴിവാക്കാണ് വേണ്ടത്. അത് ഒഴിവായി കിട്ടിയല്ലോ. ഈ മുകളിൽ വാല്യൂ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. പറഞ്ഞു വെച്ചാൽ അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ ഒന്ന് ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കും. ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് ഒരു ടൈപ്പാണ് നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞത്. മറക്കോ? മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ ബോർഡിൽ ചെയ്ത് കാണിച്ചു തരുന്നതൊക്കെ ഞാൻ എക്സാമ്പിളായിട്ട് നോട്ടായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് നിങ്ങൾ നോക്കി പഠിക്കണം. എന്നിട്ട് അതേപോലെ ബാക്കിയുള്ള എന്ത് ചെയ്യണം? ചെയ്യണം. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി 1-2 ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ശ്രദ്ധിക്കാം. നോക്കൂ. അടുത്തത് √3 + √2 ഹോൾ സ്ക്വയർ ഇതിന്റെ വാല്യൂ കാണണം. √3 + √2 ഹോൾ സ്ക്വയറിന്റെ വാല്യൂ കാണണം. ഈ സാധനം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് നമ്മൾ പഠിച്ച ഒരു ഐഡന്റിറ്റിന്റെ രൂപത്തിലാണ്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഏതിന്റെ രൂപത്തിലാണ്? a + b ഹോൾ സ്ക്വയർ. നമ്മൾ പഠിച്ചത് a + b ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ ഐഡന്റിറ്റിയുടെ രൂപത്തിലാണ്. ആണോ? a + b രണ്ട് നമ്പറുകളുടെ സം, ആ സമ്മിന്റെ സ്ക്വയർ സം ഓഫ് 2 നമ്പേഴ്സ് അതിന്റെ സ്ക്വയർ എന്നുള്ള രൂപത്തിലാണല്ലോ. ഇതെന്താണ്? a + b ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചത് a² + b² + 2ab. a² + b² + 2ab ആണ്. ഇതിങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഇതേപോലെ എക്സ്പാൻഡ് ചെയ്തൂടെ? എന്താ കിട്ടുക? √3 + √2 അതിന്റെ സ്ക്വയർ = അപ്പോൾ ആദ്യം a എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പറാണ്. a എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ അതിന്റെ സ്ക്വയർ, b എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ നമ്പർ അതിന്റെ സ്ക്വയർ, അങ്ങനെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ആദ്യത്തെ നമ്പർ √3 ആണ്. അപ്പോൾ √3യുടെ സ്ക്വയർ പ്ലസ് ഈ പ്ലസ് ആണ് ഇവിടെ ചെയ്തത് പ്ലസ് ഇനി അടുത്ത് രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ √2. അപ്പോൾ √2ന്റെ സ്ക്വയർ പ്ലസ് പിന്നെന്താ വരിക? റൂട്ട് ഇവിടെ കൊടുക്കുക a + b ഹോൾ സ്ക്വയറിൽ അവസാനം വരേണ്ടത് 2ab ആണ്. 2 × a × b ആണ് എന്ന് പറഞ്ഞ അർത്ഥം. ഇവിടെ താഴത്തെ 2 × a എന്നാണ് ആദ്യത്തെ നമ്പർ √3 × b എന്നാണ് രണ്ടാമത്തെ നമ്പർ √2 ഉണ്ടോ? അപ്പോൾ a² + b² + 2ab ആണ്. അങ്ങനെ ഉണ്ടോ? ഇത് നോക്കുക. അതിന്റെ എക്സ്പാൻഡ് എന്താ? √3ന്റെ സ്ക്വയർ എന്താ കിട്ടുക? √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ് കിട്ടുക. മറക്കരുത്. റൂട്ടുള്ള ഏത് നമ്പറിന്റെ സ്ക്വയർ എടുത്താലും ആ റൂട്ടാണ് പോയിട്ട് അതിന്റെ ഉള്ളിലുള്ള നമ്പർ ആയിട്ട് മാറും. അപ്പോൾ 3 വന്നു. ശരിയാണല്ലോ? പ്ലസ് √2ന്റെ സ്ക്വയർ എന്താ കിട്ടുക? 2 ഉണ്ടോ? √2ന്റെ സ്ക്വയർ 2 വന്നു അല്ലേ? ഇൻറ്റു അല്ല അവിടെ പ്ലസ് അല്ലേ? പ്ലസ് ഈ 2 × √3 × √3 × √2 ചെയ്യാൻ പഠിച്ചണല്ലോ. ഇറേഷണൽ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ എന്താ വരിക? മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചല്ലേ? അപ്പൊ 2 × √3 × √2 പറഞ്ഞാൽ √6. 3 × 2 6 ആണ് വരിക. അപ്പൊ എന്ത് വരും? √6 വരും. ഉണ്ടോ? ദിസ് ഈസ് ഈക്വൽ ടു 3യും 2യും കൂടി ആഡ്. ഇവിടെ ഈ 2 ഇത് ഒന്നിച്ചുള്ള നമ്പറാണ്. ഇത് നമുക്ക് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഈ 3യും 2 കൂടി ആഡ് ചെയ്താൽ 5 വരും. 5 പ്ലസ് എന്ത് കിട്ടും? 2√6 എന്ന് കിട്ടും. ഉണ്ടോ? അങ്ങനെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂ കൊടുക്കാം. അപ്പോൾ ഇവിടെ വാല്യൂ കൊടുക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? അത് ഒരു ഐഡന്റിറ്റി ഉപയോഗിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ വാല്യൂ കൊടുക്കണം. അപ്പോൾ 5 +
2 ഇൻറ്റു √6 അപ്രോക്സിമേറ്റ് വാല്യൂ 2.45 ആണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുകയാണ് 2.45 എന്ന് കൊടുക്കുക. ഉണ്ടോ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 പ്ലസ് ഇതിന് മൾട്ടിപ്ലൈ 10 വരും, ഇവിടെ 9 വരും അല്ലേ, 4.90 വരും. 5 പ്ലസ് 4.90 എന്നിട്ട് 9.90 എന്ന് കിട്ടും. ഇതിൻ്റെ ആൻസർ കിട്ടും. കേട്ടോ 9.90 എന്ന് ആൻസർ കിട്ടും. എന്താ എന്തിൻ്റെ വാല്യൂ ആണ്? √3 പ്ലസ് √2 അതിൻ്റെ സ്ക്വയറാണ്. അതിൻ്റെ സ്ക്വയർ അത് നമ്മളിങ്ങനെ സിമ്പിളായിട്ട് a+b² എന്ന രൂപത്തിൽ ചെയ്ത് എന്ത് ചെയ്താണ് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. മനസ്സിലായല്ലോ? ഇതൊക്കെ പഠിച്ചു വെക്കുക, ഇതൊക്കെ ചെയ്യണത് പഠിച്ചു വെക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നോക്കുക, നിങ്ങൾ കാണുമ്പോൾ ഈ 3യും ഈ 2യും കൂടി ആഡ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് 3 എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ നമ്പറാണ്, ഒറ്റക്ക് നിൽക്കണം. ഇത് ഇറേഷണൽ നമ്പറാണ്, ഇതൊരു റേഷണൽ നമ്പറാണ് 2 ആണോ, ഇതൊരു ഇറേഷണൽ നമ്പറാണ്. ഇത് രണ്ടും കൂടി ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യാം. 3 + 2 5 കിട്ടും. ഇത് 2√6 വേറെ തന്നെ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് ആ 2√6 വേറെ തന്നെ കണ്ടുപിടിക്കുക. അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടപ്പോൾ 4.9 കിട്ടിയത്. അപ്പോൾ ഈ 5ഉം 4.9 കൂടിയാണ് അപ്പോൾ എന്ത് ശരിക്ക് ആഡ് ചെയ്യേണ്ടത്. ശരിയല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അതിന് കിട്ടും. ഓക്കെ ഉണ്ടോ? ഒരു ചെറിയൊരു എക്സാമ്പിളും കൂടി കാണിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യട്ടോ. ശ്രദ്ധിക്കേണ്ടാലും ഞാൻ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഒരു റെക്റ്റാങ്കിൾ നോക്കൂ, ഒരു റെക്റ്റാങ്കിൾ നോക്കുക. അങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് √147 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ബ്രെഡ്ത്ത് വരുന്നത് √48 സെൻറ്റിമീറ്റർ ആണ് റെക്റ്റാങ്കിൾ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ച ഇറേഷണൽ നമ്പേഴ്സിൻ്റെ അഡീഷന് സബ്ട്രാക്ഷൻ ഒക്കെ അത് ചിലപ്പോൾ അങ്ങനെ ആവില്ല എക്സാമിന് ചോദിക്കുക. ചിലപ്പോൾ ഇങ്ങനെയുള്ളൊരു വേർഡ് പ്രോബ്ലം ആയിട്ടാവും ചോദിക്കുക. ക്വസ്റ്റ്യൻ എന്താ ഞാൻ പറഞ്ഞുതരാം. ദ ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് √147 സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ബ്രെഡ്ത്ത് ഈസ് √48 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യൻ എന്നിട്ട് താഴത്ത് ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദിസ് റെക്ടാങ്കിൾ. ഈ റെക്ടാങ്കിളിലെ പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഐഡിയകളൊക്കെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും സിംപ്ലിഫിക്കേഷനും ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. ഇത് ഉപയോഗിച്ച് നമ്മൾ ചെയ്യണം. ഓക്കെ അല്ലേ? ഇവിടെ നോക്കൂ, ഇതിൻ്റെ ലെങ്ത്ത് ഈസ് ഈക്വൽ ടു എന്താണെന്ന് √147 എന്നാണ്. വലിയ നമ്പറാണ്, റൂട്ടിനുള്ളിൽ വലിയ നമ്പറാണ്. ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം. അതേലോ? ഇത് ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ അവിടെ കാണിക്കണില്ല, ഞാൻ എഴുതി കാണിക്കാം, നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്താ കിട്ടാറോ, 7√3 എന്നാണ് കിട്ടുക. 7√3 എന്നാണ് കിട്ടുക. അത് നിങ്ങൾ ചെയ്യണം കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കണം. ഞാൻ എഴുതിയ മാതിരി നിങ്ങൾ എഴുതരുത്, ഇതാണ് കിട്ടുക. 7√3 കിട്ടും. അതേപോലെ √48 ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു √48 ആണ്. √48 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4√3 എന്നാണ് കിട്ടുക. അപ്പോൾ 7√3 സെൻറ്റിമീറ്റർ ഇവിടെ 4√3 സെൻറ്റിമീറ്റർ കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനുള്ള മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യണം. ആണോ? ഇത് രണ്ടും കിട്ടിയില്ലേ? ഇനി നമ്മളോട് ചോദിച്ചാൽ ആദ്യത്തെ പെരിമീറ്റർ എത്രയെന്നല്ലോ. ഇതിൻ്റെ പെരിമീറ്ററാണ്. പെരിമീറ്റർ എങ്ങനെ കാണുക? ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്യുക, അതിൻ്റെ ഡബിൾ എടുക്കുക. 2 ഇൻറ്റു ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ പെരിമീറ്റർ ഈക്വൽ 2 ഇൻറ്റു L പ്ലസ് B ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 2 ഇൻറ്റു L. ലെങ്ത്ത് എത്ര കിട്ടിയാൽ നമുക്ക് 7√3 ആണ്. 7√3 പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ്? ബ്രെഡ്ത്ത് 4√3. അപ്പോൾ 4√3 ഉണ്ടോ, അങ്ങനെ കിട്ടും കേട്ടോ. ഇതൊക്കെ അതേമാതിരി കൊടുക്കണം. ഇത് രണ്ടും ഇവിടെയും √3 ഉണ്ട്, ഇവിടെ √3. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാലോ. ഇത് 7√3 എത്ര എണ്ണം? 7 എണ്ണം. 7√3 4√3 കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടുക? 11√3 കിട്ടും. അപ്പോൾ എന്താ കിട്ടുക? ഈ 2 ഇൻറ്റു ഇത് 2 ഇൻറ്റു ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എത്രയാണ്? 11√3 ആണ് കിട്ടുക. അവിടെ ഇതിൻ്റെ അഡീഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതാണ് ഇവിടെ ഉപയോഗിച്ചത്. 7√3 പ്ലസ് 4√3 ഈസ് ഈക്വൽ ടു 11√3. ശരിയല്ലേ? അപ്പോൾ 2 ഇൻറ്റു 11√3. അപ്പോൾ ഈ 2 ഇൻറ്റു 11√3 ആണ്. ഈ 11 ഇൻറ്റു 2 ഇൻറ്റു 11 ഇൻറ്റു √3 ആണ്. ഈ 2ഉം 11ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കട്ടോ, 2 + 11√3 എന്ന് പറഞ്ഞാലും 2 ഇൻറ്റു 11√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം, ഈ 2ഉം 11 കൂടി ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ √3ന്റെ വാല്യൂ കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ആഡ് ചെയ്യാൻ ഇവിടെ ഒരു √3 ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയല്ല. മൾട്ടിപ്ലിക്കേഷൻ 2 ഇൻറ്റു 11 ഇൻറ്റു √3 ആണ് ശരിക്കും. അപ്പോൾ ഇവിടെ ഇൻറ്റു ആയി കഴിഞ്ഞാൽ 2 ഇൻറ്റു 11 എന്ത് ചെയ്യാം, നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 11 എന്താ കിട്ടുക? അത് 22 കിട്ടും. 22√3 എന്ന് കിട്ടും. ആണോ? 22√3 കിട്ടും. ശരിയല്ലേ? ഇനി നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും 22 ഇൻറ്റു √3 വാല്യൂ 1.732. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും, അതിൻ്റെ ആൻസർ കിട്ടും. ഇതാണ് എന്ത്, ഈ റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ. അത് എത്ര പ്ലേസിനാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ആണ് എഴുതിയാൽ മതി. കേട്ടോ, ഇതാണ് എന്നിട്ട് അതിൻ്റെ പെരിമീറ്റർ കിട്ടുക.
ഓക്കെ അല്ലേ? ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതിന്റെ ഏരിയ ചോദിച്ചു. ഏരിയ ഫൈൻഡ് ഏരിയ എന്ന് ചോദിക്കുന്നുണ്ട്. ഏരിയ എങ്ങനെ കാണും നോക്കാം. ഏരിയ കാണാന് ഏരിയ ഈസ് ഈക്വൽ ടു നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ. ശരിയല്ലേ? ലെങ്ത് നമുക്ക് കിട്ടി 7√3 അല്ലേ? 7√3 ഇൻറ്റു ഉണ്ടോ ഇൻറ്റു എത്രയാണ് ബ്രെഡ്ത്ത് കിട്ടിയത്? ബ്രെഡ്ത്ത് 4√3 അപ്പൊ ഇൻറ്റു 4√3 ദാറ്റ് ഈസ് ഈക്വൽ ടു ആണോ? ഇവിടെ നോക്കാം, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ അല്ലേ? ഇവിടെ നോക്കാം, ഈ 7 ഇതിന്റെ മീനിങ് എങ്ങനെയാണ്? 7 ഇൻറ്റു √3 ഇൻറ്റു 4 ഇൻറ്റു √3 ഇങ്ങനെയാണ്. ഇതൊക്കെ ഇൻറ്റു ആണ്. ഒക്കെ ഇൻറ്റു ആകുമ്പോൾ നമുക്ക് ഏതെങ്കിലും നമുക്ക് സൗകര്യമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോഴും അപ്പോൾ ഈ 7ഉം 4 കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 7 ഇൻറ്റു 4 എന്താ വരിക? 7 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 7 4 28 28 കിട്ടും. 28 കിട്ടും. ഈ 7ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തു കണ്ടോ. ഇനി √3 ഇൻറ്റു √3 ഉണ്ടോ? അവിടെ √3 ഇൻറ്റു √3 3 ആണ് കിട്ടുക. അപ്പോൾ ആ റൂട്ട് പോയ അവിടെ അല്ലേ 3 ആണ്. അത്രയുള്ളൂ. ഇതാണ് ആൻസർ. അവിടെ ഇനി റൂട്ടില്ല. റൂട്ടുള്ള നമ്പർ ഇറേഷണൽ നമ്പർ അവിടെ ഇല്ല. കാരണം ഈ 7ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 ആയി. √3യും √3 മൾട്ടിപ്ലൈ എന്തായി മാറി? അത് 3 ആയിട്ട് വരാം. 28 ഇൻറ്റു 3 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 84 എന്നാണ് കിട്ടാറില്ലേ? 84 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതിന്റെ ഏരിയ ഈ റെക്ടാങ്കിൾ നമ്മൾ നേരത്തെ കണ്ട ആ റെക്ടാങ്കിൾ ഏരിയ എന്താണ്? ഒരു റേഷണൽ നമ്പറാണ്. ഇതൊരു റേഷണൽ നമ്പറാണ്. ഇതൊരു ആണോ? ഇത് പെരിമീറ്റർ എന്താണ്? പെരിമീറ്റർ ഒരു ഇറേഷണൽ നമ്പറാണ്. പെരിമീറ്റർ കിട്ടിയത് 22√3. ഇതൊരു ഇറേഷണൽ നമ്പറാണ്. ഏരിയ കിട്ടിയപ്പോൾ എന്തായി? അതെന്തായി? റേഷണൽ നമ്പറായിട്ട് മാറി. കണ്ടോ? അങ്ങനെയൊക്കെ വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ എക്സാമിന് ഏതെങ്കിലുമൊക്കെ 1-2 ചോദിക്കും. അത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഞാൻ ഈ ചെയ്ത് കാണിച്ചു തന്ന ഇതിൽ നിങ്ങൾ പഠിച്ച ആ ഐഡിയകളും ടെക്നിക്കുകളും ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ചെയ്യണം. അതിന് വേണ്ടിയുള്ള എക്സാമ്പിൾസ് ആണ് ഞാനിവിടെ കാണിച്ചു തന്നത്. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ ഇതിൽ നമുക്ക് ഈ √7ഉം √8ഉം ഒക്കെ ലെങ്ത് ഉള്ള ലൈനുകൾ വരയ്ക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എന്തായി? ക്ലിയർ ആയി. മനസ്സിലായല്ലോ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നും നമ്മൾ പഠിച്ച ഈ കാര്യങ്ങളൊക്കെ ഈ ഓപ്പറേഷൻസ് ഒക്കെ നല്ലപോലെ ചെയ്ത് നിങ്ങൾ പഠിക്കണം. പേപ്പറിൽ ചെയ്ത് പഠിക്കണം. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ നല്ലപോലെ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ അതേപോലെ ഇത് എങ്ങനെയൊക്കെ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്താ വന്നത്, എങ്ങനെ ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ വന്നു ഇതൊക്കെ ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ ഓർമ്മയിൽ വേണം. എല്ലാം ഓർമ്മയിൽ വേണം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളി. ഓക്കെ അല്ലേ? ഇപ്പോൾ ചെയ്ത എല്ലാ ഈ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ 5-6 ക്വസ്റ്റ്യൻസ് ചെയ്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇതേപോലെ ചെയ്യേണ്ട നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരാം. അതേപോലെ ചെയ്യാൻ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ ഡു യുവർ സെൽഫ് എന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വേറെയും തരാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം. ഓക്കെ ആണല്ലോ? ചെയ്ത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തം എന്താവും? ക്ലിയർ ആവും. ഓക്കെ, താങ്ക് യു.